വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. മൂലേപ്പാടത്ത് കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കാട്ടാനശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികളും മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക സമൂഹവും ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴി. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം തറമുറ്റം ഭാഗങ്ങളിലാണ് സന്ധ്യ മയങ്ങുന്നതോടെ കാട്ടാനകൾ റോഡിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥന നടക്കുകയായിരുന്ന വീടിന്റെ പരിസരത്തേക്കും കാട്ടാനെത്തി. ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴി ഉൾപ്പെടെ പ്രാർത്ഥനാ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വൈകുന്നേരം 6:10 വഴക്കുഴയിൽ തൊമ്മച്ചന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ മുൻപിലെ റോഡിലേക്ക് കാട്ടാനെത്തിയത്. പിന്നീട് റോഡിലൂടെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ആന വീടിന്റെ പരിസരത്ത് നിന്നും പോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇടവക വികാരി ഉൾപ്പെടെ ഇവിടെ നിന്നും പോയത്. എന്തെങ്കിലും സംഭവിച്ച ശേഷം നടപടിയുണ്ടായിട്ട് കാര്യമില്ല. 50 വർഷത്തിലേറെയായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇന്ന് മനുഷ്യർ കാട്ടാന ഭീതിയിൽ കഴിയുന്നതെന്നും ഫാദർ ഷിൻഡോ പുലിക്കുഴി പറഞ്ഞു. ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു വാർഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ഇടവകയിൽപ്പെട്ട ഒരു വീട്ടിൽ പോയപ്പോൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. ഞാൻ ആ വീട്ടിൽ പ്രവേശിച്ചതിന് ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം ആ പരിസര പ്രദേശത്തോടുകൂടി ഏതാണ്ട് വൈകുന്നേരം ഒരു 6:30 സമയത്ത് ഒരാന കടന്നുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും മറ്റുമെല്ലാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ സുരക്ഷിതരായിരിക്കാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തത്. ഏകദേശം മറ്റ് സമുദായക്കാരെല്ലാവരും കൂടി ഒരു 100ഓളം വീട്ടുകാർ ഈ ഒരു ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഇവിടെ ഇതുവരെ ഒന്നും സംഭവിക്കാത്തതാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആരുടെയെങ്കിലും ജീവനോ സ്വത്തിനോ ഒക്കെ അപായമുണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയോ അല്ലെങ്കിൽ അനുശോചന സമ്മേളനം കൂടുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് പൊതുജന ശ്രദ്ധ നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ആവശ്യമായിട്ടുള്ള നടപടികൾ ഒക്കെ നമ്മൾ ഇതിനുവേണ്ടി എടുക്കുകയൊക്കെ ചെയ്യണം. ബഹുമാനപ്പെട്ട രാഷ്ട്രീയക്കാരോടും അധികാരികളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: എങ്ങനെയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിന് എല്ലാ തരത്തിലുമുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങൾക്ക് കടമയുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിലേക്ക് ഏകദേശം 50 വർഷത്തിനു മേലെയായിട്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയും താമസിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പ്രദേശത്ത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും ഇതിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഞങ്ങളുടെ ഈ പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒത്തിരി വിനീതമായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മലയോര കർഷകർ ഉൾപ്പെടെ 100ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന തറമുറ്റം മൂലേപ്പാടം ഭാഗത്തേക്കാണ് പട്ടാപ്പകൽ ഉൾപ്പെടെ കാട്ടാനകൾ കടന്നുവരുന്നത്. നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിൽ നിന്നും കോൺക്രീറ്റ് റോഡാണുള്ളത്. വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ് രാത്രിയും പകലും ആളുകൾ സഞ്ചരിക്കുന്നത്. ഈ റോഡിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ സമീപം വരെ കാട്ടാനകൾ എത്തിക്കഴിഞ്ഞു. ദേവാലയ പരിസരത്തെ വീടുകളുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കേടുവരുത്തിയും കൃഷികൾ നശിപ്പിച്ചും കാട്ടാനകൾ വിലസുകയാണ്. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട. സന്ധ്യ കഴിഞ്ഞാല് റോഡേ പോകാൻ മേല. റബ്ബർ വെട്ടുകാരുടെയൊക്കെ കണ്ടില്ല, ഈടെ കൈ ഓടിച്ച് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്കും മുഴുവനും 5 കൊല്ലം മുന്നേ ഇത്ര ശല്യമില്ലായിരുന്നു. ഇപ്പൊ ഒരു വാഴ പോലും ഒരു പറമ്പിൽ നിൽക്കാൻ മേല. ആ വാഴ ഇതിനകത്തൊക്കെ വന്ന് നിന്ന് കിടന്നിട്ടാണോ ആന പോകുന്നത് എനിക്ക് സംശയമുണ്ട്. എന്നും വരുക. ഇങ്ങനെയായ മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കും? തെങ്ങുതീയൊക്കെ എന്തേരെയാ കളയുന്നത്. ഞങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ വൈകുന്നേരം പുറത്തിറങ്ങുന്നത്. ഒന്ന് ഓടിക്കാൻ പോലും പറ്റില്ല. അതങ്ങനെ കുരങ്ങ് വേറെ, തേങ്ങ ഒന്നും ഒരെണ്ണം അരയ്ക്കാൻ പോലും ഇല്ല. അതുകൊണ്ട് പന്നിയും കുരങ്ങും മുള്ളനും ആയിട്ട് കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ മേലാത്തൊരു പരുവമായിട്ടുണ്ട്. അതും ഇത് പിന്നെ മെയിൻ റോഡാണിത്, മലയോര ഹൈവേ ആണിത്. ഇനി പണി വലിയ വരുന്നു പറഞ്ഞു എന്തിനാ ഇങ്ങനെ റോഡ് ഉണ്ടാക്കുന്ന? മനുഷ്യർക്ക് ജീവിക്കാൻ മേലാതെ റോഡിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യരുണ്ടാകുകയല്ല ഇങ്ങനെ പോയാലും. ഇവിടെ തറമുറ്റം മുതൽ പള്ളി പരിസരം വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 1970കളുടെ തുടക്കം മുതൽ മലയോര കർഷക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മൂലേപ്പാടം. എന്റെ എടിവണ്ണയിലെ H ബ്ലോക്ക് മൂലേപ്പാടം റോഡിലെ മെയിൻ റോഡ് സൈഡ്, ആ സൈഡിലുള്ള ഒരു കൃഷിയിടത്തിലെ 10 തെങ്ങ്, പിന്നെ ഒരു 50ഓളം വാഴകള്, കുലച്ച വാഴ, പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ജാതി തൈ, 2 ജാതി, ഇതെല്ലാം നഷ്ടപ്പെട്ടു. ആന ഇറങ്ങി 2 ദിവസം ഇറങ്ങി. ഇന്നലെ പെലച്ചയ്ക്കും മിഞ്ഞാന്ന് പെലച്ചയ്ക്കും. ആന വരാറ് ഇല്ല, പൊതുവായിട്ട് അങ്ങോട്ട് അധികം വരാറില്ല. എന്നാല് ഓക്കാട് ആ ഭാഗത്തേക്ക് വരാറ്.
കാട്ടാനകൾ മാത്രമല്ല മലയണ്ണാനും കുരങ്ങുകളും വലിയ നാശമാണ് കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് 50 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന കർഷകനായ കുഞ്ഞുമോൻ തോമസ് ഞള്ളമ്പുഴ പറയുന്നു. കാട്ടാനശല്യം കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. കാട്ടാനകൾ വന്നിട്ട് മുറ്റത്തൂടെ വന്നിട്ട് നമ്മളെ ഓടിക്കുന്നു. നമുക്ക് പെരക്കകത്ത് കയറിയാൽ പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ തെങ്ങ് 10, 50, 60 കൊല്ലം വരെ പഴക്കമുള്ള വലിയ തെങ്ങും ചെറിയ തെങ്ങും തള്ളി മറിക്കുന്നു. തള്ളി മറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ കൂമ്പ് പറിച്ച് തിന്ന് കാട്ടാന പോകുന്നു. അതുപോലെ തന്നെ മലയെണ്ണാൻ വന്നിട്ട് മലയെണ്ണാനും കുരങ്ങും വന്ന് നമ്മളെ ഇവിടെ കരിക്ക് മുഴുവൻ പറിച്ച് കളയുന്നു. മലയെണ്ണാൻ കരിക്കിൻ്റെ അടിഭാഗം ഏതാണ്ടൊരു പകുതി മൂപ്പായ കരിക്കാണ് തുരന്ന് കളയുന്നത്. അതൊരു ഒരാഴ്ച കൊണ്ട് അത് പൊഴിഞ്ഞ് താഴെ ചാടും. അങ്ങനെ ഉള്ള നഷ്ടങ്ങൾ ഇതൊക്കെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇതിനെയൊക്കെ എങ്ങനെ ഓടിച്ചു വല്ല നാരങ്ങായി എടുത്താണോ എറിഞ്ഞെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആൾക്കാർ നിൽക്കുന്നത്. അതേസമയത്ത് ഫോറസ്റ്റുകാരുടെ താഴെക്കടയിലുള്ളവർ ഇതിന് ഓടി നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു പടക്കത്തിൻ്റെ കാശ് പോലും കൊടുക്കുന്നില്ലെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. കുരങ്ങ് തേങ്ങ പറിച്ചെറിയുന്നു. നമ്മൾ പോയി കുരങ്ങിനെ ഓടിക്കാൻ ചെല്ലുമ്പോൾ കുരങ്ങ് പല്ല് വിളിച്ചുകൊണ്ട് നമുക്കിട്ട് തേങ്ങ പറിച്ച് എറിയുന്നു. ഇതൊക്കെയാണ്. എപ്പോഴാണ് തേങ്ങ വന്ന് വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ആയുസിൻ്റെ നീളം കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ലോ. അതെ, ആനയുണ്ട്. ആന ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനായോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ജനങ്ങളുടെ മിന്നക്കൂടെയാണ് കാട്ടാന വന്ന് ഒരു കൂസലും ഇല്ലാതെ അങ്ങ് പോയത്. കുരങ്ങളെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ നാളികേരം പറിച്ച് തിരിച്ചറിയുകയാണെന്നും കുഞ്ഞുമോൻ തോമസ് പറഞ്ഞു. ഒരു നാട് വന്യമൃഗഭീതിയിൽ കഴിയുമ്പോഴും വനംവകുപ്പും ജനപ്രതിനിധികളും പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടലുകൾ നടത്താത്തതും പ്രദേശവാസികൾക്ക് അമർഷവും പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.